വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നും ഒരു ഈവനിങ് വ്ളോഗാണ്. കുറേ ദിവസമായി ഞാൻ പ്രജീറിനോട് പറയുന്നു, ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സ്ഥലമല്ലേ, അവിടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോൾ നമുക്കൊന്ന് കാണാൻ പോകണമെന്ന്. അവരെങ്ങനെ അതൊന്ന് ഒരുക്കണമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് ഒരാഗ്രഹം. അവരുടെ വെബ്സൈറ്റിൽ എല്ലാ വിവരവും ഉണ്ടാവും. എപ്പോഴാണ് ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരവിടെ 2 വണ്ടികൾ യൂസ് ചെയ്തിട്ടാണ് ഈ സ്ഥലം ഒരുക്കുന്നത്. അവരതിങ്ങനെ ഗ്ലാസ് പോലെ ആക്കിയെടുക്കും. ഐസ് റീസർഫേസർ എന്നാണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു. ആ ഐസിൻ്റെ ഷീറ്റ് സ്മൂത്തും ക്ലീനും ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആളുകൾ ഇപ്പം എത്തിത്തുടങ്ങും. അതിനു മുന്നേ തീർക്കാനുള്ള ധൃതിയിലാണ് അവര്. ഇവിടെയാണ് നമ്മൾ ഹെൽമെറ്റും ഷൂസൊക്കെ അന്ന് വാങ്ങിയത്. അന്നൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇന്ന് ചായക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയ പരിപ്പുവടയായിരുന്നു. അത് കുടിച്ചിരിക്കുമ്പോഴാണ് ഫയർ അലാറം അടിക്കാൻ തുടങ്ങിയത്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഫയർ എഞ്ചിൻ എത്തി. ഇവിടെ അടുത്ത് തന്നെയാണ് ഫയർ സ്റ്റേഷനൊക്കെ. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ എത്തും. ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. ഞങ്ങൾ വന്നിട്ട് ഒരു 5 തവണയെങ്കിലും ഇത് കാരണം ഞങ്ങൾ താഴെ ഇറങ്ങി പോയിട്ടുണ്ടാകും. രണ്ടാമത്തെ വണ്ടിയും എത്തി. മിഴി ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അപ്പം തന്നെ താഴോട്ട് പോവാനുള്ള ഒരുക്കത്തിലായി. ലിഫ്റ്റിൽ പോയി ശീലമായതുകൊണ്ട് സ്റ്റെപ്പിലൂടെ ഇറങ്ങണം എന്നുള്ള കാര്യമേ അങ്ങോട്ട് മറക്കും. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി പോകുമ്പോൾ ഒരാൾ അവിടെ നിന്ന് സ്നാക്സ് കഴിക്കുന്നു. ആളുകൾക്കൊന്നും ഇപ്പോൾ ഒരു ചൂടുമില്ല. ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഫയർഫോഴ്സിലുള്ളവരൊക്കെ മുകളിലേക്ക് കയറി വരികയായിരുന്നു. 9ാമത്തെ ഫ്ലോറിലെത്തണം അവർക്ക്. നയൻത് ഫ്ലോറിലാണ് ഇഷ്യൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇതൊരു പതിവ് സംഭവം ആയതുകൊണ്ട് താഴെ ആരെയും പ്രതീക്ഷിക്കണ്ട. ഇതിനു മുൻപും ഞങ്ങൾ താഴെ പോയപ്പോഴും പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല.
ഇന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവര് പോയി. ഇത് വെറുതെയാണെന്നുള്ള ഒരു മനോഭാവമായി എല്ലാവർക്കും. ഇനി ശരിക്കും എന്തെങ്കിലും സംഭവിച്ചു ഫയർ അലാറം അടിച്ചാലും ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.